സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന് സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന് ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. നമ്മുടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏലിയാവിനോട് ദൈവം ചോദിച്ചതാണ്. അല്ലെങ്കിൽ ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? പ്രേക്ഷണം. ലോകത്തിലുള്ള സകല ക്രൈസ്തവ വിശ്വാസികളോടും, പ്രത്യേകിച്ച് വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളോടും ദൈവം ചോദിക്കുന്നത് ഇത് തന്നെയാണ്. ഏലിയാവേ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് ചേർത്തിട്ട് ചോദിക്കണം, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന്. പ്രേക്ഷണം. നമ്മുടെ ദൈവം സകലവും അറിയുന്ന ദൈവമാണ്. നമ്മുടെ നിലവുകൾ അറിയുന്നവനാ. നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ അറിയുന്ന, ദൂരത്തു നിന്ന് അവനെല്ലാം ഗ്രഹിക്കുന്നവനാ. നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ്. അവന് മറിഞ്ഞിരിക്കുന്നതായിട്ടൊന്നുമില്ല. സകലവും അവന്റെ കണ്ണിന് തത്വവും മരവുമായി കിടക്കുന്നു. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളതെന്ന് ഇബ്രാഹിലേഖൻ 4:13 കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല. നാം എന്ത് ചെയ്താലും ദൈവം കാണും. പ്രൈസലോ. അവൻ മനുഷ്യരോടും തന്റെ മക്കളോടും ഹല്ലേലൂയ സ്തോത്രം ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരുമാണ്. ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നാം ഉത്തരം പറയണം. മനുഷ്യന്റെ ചിന്ത എന്താ? മനുഷ്യൻ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടി കിട്ടണം, മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനായിരിക്കണം. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചതുപോലെ നമ്മോടും ദൈവം അങ്ങനെ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഞാൻ നിങ്ങളൊക്കെ മറുപടി പറയണം. അല്ലേ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തെ വെച്ചിട്ടുണ്ട്. നമ്മെക്കുറിച്ച് വലിയൊരു പ്ലാനിങ് ആണ് ദൈവത്തിന്. അത് ദൈവത്തിന് നിർവഹിക്കണം. അതിന് ഞാനും നിങ്ങൾ ദൈവത്തിന് വിധേയപ്പെട്ട് കൊടുക്കണം. അല്ലേ? ദൈവം നമ്മളെ അറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. സമർപ്പണമാണ് ആവശ്യം. അല്ലേ? നാം ദൈവികമായ കാര്യങ്ങളെ ആയിരിക്കണം ചിന്തിക്കേണ്ടത്. ദൈവികമായ കാര്യങ്ങൾ ചിന്തിക്കണം, ദൈവികമായ കാര്യങ്ങൾ പറയണം, ദൈവികമായ കാര്യങ്ങൾ സംസാരിക്കണം. ആരോട് സംസാരിച്ചാലും ആത്മീയതയുടെ അനുഭവത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാവുള്ളൂ. അല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ആലോചിക്കുമ്പോഴും ഒക്കെ അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളതായിരിക്കണം. മനുഷ്യരാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ആലോചിക്കുമ്പോഴൊക്കെ പലപ്പോഴും പ്രശ്നം ഉണ്ടാകും. പക്ഷെ അത് നമ്മുടെ കർത്താവിനോട് ചോദിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹം ആലോചന പ്രാപിച്ചാണെങ്കിൽ ആ വിഷയം സമാധാനപരമായിരിക്കും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മുഖാന്തരം പിന്നീട് നമ്മൾ ദുഃഖിതരായി മാറാനിടയാകരുത്. പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് പിന്നെ നമ്മൾ ദുഃഖത്തിലേക്ക് പോകുന്നത്. അപ്പം ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് നാം ഓരോ ദിവസവും ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ കർത്താവ് നമുക്ക് സദാസമയത്ത് ചെയ്തു തരും. അല്ലേ? ദൈവത്തെ കൂടാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ. അല്ലേ? ദൈവത്തെ കൂടാതെ. എന്നാൽ ദൈവത്തെ കൂടെ നിർത്തി ഞാൻ ചെയ്യുന്നതെല്ലാം അതിന്റെ ഫലം നമുക്ക് കാണാൻ കഴിയും. അല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളും മനോഹരമായി നിർവഹിക്കണമെങ്കിൽ അല്ലേ ആ ദൈവാലോചന ഏറ്റവും നല്ലത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആലോചന ചോദിക്കാൻ വേണ്ടി മനുഷ്യൻ മന്ത്രവാദികളിരിക്കലും വെളിച്ചപ്പാടന്മാരിരിക്കലും ജ്യോത്സ്യന്മാരിരിക്കലും മുഖലക്ഷക്കാര്, കൈനോട്ടക്കാര്, ഹസ്രശാസ്ത്രക്കാര്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് ആലോചന ചോദിക്കാൻ പോകുന്നത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആലോചന പറയാൻ ക്രൈസ്തവ സമൂഹം ഒരുപാട് കള്ളപ്രവാചകന്മാരുണ്ട്. ഒരുപാട്. അതൊക്കെ പണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആലോചനകൾ മനോഹരമായി, അതിനകത്ത് സമാധാന സന്തോഷം, ആലോചനകൾക്കകത്തൊരു തൃപ്തി വരണമെങ്കിൽ യഥാർത്ഥത്തിൽ ആലോചനയിൽ വലിയവനായിരിക്കുന്നതും വലിയവനും പ്രവൃത്തി ശക്തിമാനുമായ ദൈവത്തോട് ചോദിക്കണം. അപ്പൊ ഈ ആലോചന ഏറ്റവും വലിയവനാരാണ്? നമ്മുടെ കർത്താവ്. പ്രവൃത്തി ശക്തിമാനുമാണെന്ന ഇരമ്യാവിന്റെ പുസ്തകം പറയുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തോട് വേണം ചോദിക്കാൻ. ഇവിടെ ദൈവം ഹല്ലേലൂയ ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചതുപോലെ നമ്മോടും ചോദിക്കുകയാണ്, ഇവിടെ നിനക്ക്
7000 പേരെ ഞാൻ വേറെ ഒരുക്കി നിർത്തിയിട്ടുണ്ടോ? അല്ലേരിയ 7000 പേരെ ഞാൻ ഒരുവൻ മാത്രം കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് ഞാൻ 7000 പേരെ വിളിക്കി നിർത്തിയിട്ടുണ്ട്. അല്ലേരിയ എന്നെ കേൾക്കുന്ന ദൈവം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കർത്താവുമായിട്ട് വലിയ ബന്ധം പുലർത്തണം. പ്രൈസലോ. നിനക്ക് എന്തുകൊണ്ട് ഉയർച്ചയിൽ, എന്തുകൊണ്ട് നന്മയിൽ, എന്തുകൊണ്ട് നിനക്ക് എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നില്ല, കുടുംബത്തിന് കടതീരെന്ന് മാറുന്നില്ല എന്നാണ് നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം, സന്തോഷം ഉണ്ടാകുന്നത്, സ്വസ്ഥതയുണ്ടാകുന്നത്. നീ പലതും ആലോചിക്കുന്നുണ്ട്, പലതും തീരുമാനിക്കുന്നുണ്ട്, പലതും നീ സമർപ്പിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നിന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നീ തന്നെ ഉത്തരം പറയണം ദൈവത്തോട്. അല്ലെങ്കിൽ ചോദ്യം ചോദിക്കേണ്ടത് നീ നിന്നോട് തന്നെ ചോദ്യം ചോദിക്കണം. എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദൈവിക കാര്യങ്ങൾ നടക്കാത്തത്? കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ആലോചനകൾ, ദൂതുകൾ നിറവേറാത്തത് എന്തുകൊണ്ടാണ്? അല്ലേലിയ. ഇന്നത്തെ ഈ പെന്തക്കോസ്തല വിശ്വാസികളോട് ഞാൻ പറയട്ടെ, അല്ലേലിയ, അവർക്ക് കൂടുതൽ ആൾക്കാർക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയത്തില്ല. വിശ്വാസികളാണ് കേട്ടോ, പാസ്റ്റർമാരുടെ കാര്യമായിട്ട് പറഞ്ഞത് വിശ്വാസികളാണ്. ഇത് കേട്ടിട്ട് നാളെ നിങ്ങൾ എന്നെ ഇനി അങ്ങോട്ട് പോകുന്നില്ല, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, വന്നില്ല എനിക്ക്, കാരണം നിന്റെ നിത്യജീവനെ കുറിച്ച് നീ തന്നെ ആലോചിച്ചാൽ മതി. ഈ വിശ്വാസികൾ എന്ന് പറയുന്ന അവർ ഒരു സഭയിൽ ഉറച്ചു നിൽക്കത്തില്ല. ഇന്നൊരു സഭയിലാണെങ്കിൽ നാളെ വേറെ സഭയിലാണ്, മറ്റന്നാൾ വേറെ സഭയിൽ, ഇങ്ങനെ കണ്ടം ചാടി നടക്കുക. ഒരു സഭയിൽ ഉറച്ചു നിൽക്കത്തില്ല. അക്കരെ നിൽക്കുമ്പോൾ അവർക്ക് ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുക അക്കരെ പച്ച എന്ന് പറഞ്ഞാലേ ഇവിടെ ഒരു പ്രവാചകം, ഇവിടെ ഒരു പ്രവാചകം, അടുത്ത പ്രവാചകം, ഈ സർവായവും കഴിഞ്ഞ ഉടനെ അടുത്ത സൗകര്യമാര് ഇന്ന് ഞങ്ങളുടെ നല്ല പ്രവാചകൻ, നീ ഇങ്ങോട്ട് പോലും കേട്ടോ. അത് കേട്ടിട്ട് പാസ്റ്റർ നാളെ ആ വീട്ടിലൊന്ന് പോകണം. അവിടെ പാസ്റ്റർ രാവിലെ കെട്ടിപ്പെറുക്കിയ ഭാര്യയും കൂടെ പോകും അടുത്ത വീട്ടിൽ ചെന്ന് അടുത്ത പാസ്റ്റർ കുറ്റം പറയാൻ. ആ പാസ്റ്റർ കുറ്റം പറയാൻ വീട്ടിൽ കരകൊണ്ട സൗകര്യം അങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ സൗകര്യം. ഈ പെന്തക്കോസ്തുകാർക്കൊന്നും നേടാൻ പറ്റുന്നില്ല. എന്നാ നീ ഉറച്ചു നിൽക്കണം സഭയില്. നിനക്കൊരു ഇടയനെ ദൈവം വെച്ചിട്ട് നിനക്കൊരു സഭ തന്നിട്ട് നീ ഒരു സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് നീ ഒരു സഭയ്ക്കകത്ത് നിന്നാൽ നീ ആ സഭയ്ക്കകത്ത് ഉറച്ചു നിൽക്കണം. നീ അവിടെ ഇവിടെ കണ്ടം ചാടി നടക്കരുത്, അവിടെ ഇവിടെ ഓടി നടക്കരുത്. അല്ലേലിയ, സ്തോത്രം. അവിടെ ഇവിടെ ഓടി നടക്കരുത്. ഇവർ ചെറ്റ തിന്നുന്ന പശുക്കളെ പോലെ ആകരുത്. ഈ ചെറ്റ തിന്നുന്ന പശുക്കളെ കുറിച്ച് പണ്ട് തോമസ് വടക്കുംകുരി സാറാണ് എഴുതിയിരുന്നത്. അല്ലേലിയ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം നോവൽ എഴുതി വെച്ചത് അദ്ദേഹത്തെ എഴുതിയതാണ്, ചെറ്റ തിന്നുന്ന പശുക്കൾ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ ഭാവനയെ കണ്ടപ്പോൾ ഈ പശുക്കളൊക്കെ അലഞ്ഞു തിരിഞ്ഞൊക്കെ ഒരുപാട് പശുക്കളുണ്ടല്ലോ. ആ പശുക്കൾ ഇങ്ങനെ രാവിലെ പോകുമ്പോൾ ഈ പോസ്റ്റുകളൊക്കെ അന്നത്തെ കാലത്ത് ചെറ്റപ്പുരകൾക്ക് ഒരുപാടുണ്ട്. ചെറ്റപ്പുര ഇന്നലെ എല്ലാം വാർപ്പായത്. അപ്പൊ ചെറ്റപ്പുരകൾക്ക് ഓരോ സിനിമയുടെ പരസ്യങ്ങളും മറ്റു പരസ്യങ്ങളൊക്കെ പേപ്പറിൽ കൊണ്ട് ഒട്ടിക്കാം. പേപ്പറിൽ തീർക്കുന്ന പശ്ചാത്തല കാലം മൈദാമാവ് ഞാനൊക്കെ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൈദാമാവ് കലക്കിയ പേപ്പറിൽ ഒട്ടിച്ച് എന്ത് ഈ പശ തേച്ച പേപ്പർ അവിടെ ഇവിടെ ഒട്ടിച്ചു വെക്കും. ഈ കന്നുകാലികൾ നടന്നു വരുമ്പോൾ എന്ത് ചെയ്യും, ഈ മാവിന്റെ മണം ഈ പശുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് ഈ പശുക്കൾ എന്നിട്ട് ഈ ചെറ്റയില് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പേപ്പറുകളെല്ലാം കടിച്ചു പറിച്ചു തരും. എന്തുകൊണ്ടാണ്? മാവിന്റെ ഇതുകൊണ്ട് ചെന്ന ചെറ്റ കടിച്ചു പറിക്കുന്ന എന്ന് പറഞ്ഞവരെ ചില വിശ്വാസികൾ അങ്ങനെ അല്ലേരിയ. അവരോരിടത്തും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. എനിക്ക് ഒരുപാട് പേരെ അറിയാം. ഒരുപാട് നിങ്ങൾ നിങ്ങൾ പിണങ്ങിയാലും കുഴപ്പമില്ല, ഇണങ്ങിയാലും കുഴപ്പമില്ല, എന്നെ ജീവിതം പറഞ്ഞാലും കുഴപ്പമില്ല. ഇതൊക്കെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. കർത്താവ് ചോദിക്കുന്നത് നിന്നെ ഒരിടത്താക്കി വെച്ചത്. നീ ഒരു ഇടയന്റെ കീഴിൽ നീ അവിടെ നിൽക്കണം. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനം പറയുന്നത്, ദാവീദ് യഹോവ എന്റെ ഇടയനാകുന്നു. വേറെ ഇടയനെ അനുസരിച്ച് ദാവീദ് പോയില്ല. ദാവീദ് ഒരു ഇടയനാണ്, രാജാവാണ്. എങ്കിലും തനിക്ക് മുകളിൽ രാജാവുണ്ട്, ഇടയനുണ്ട്, തന്നെക്കാൾ വലിയൊരു ഇടയനുണ്ട്. ആ ഇടയന്റെ കീഴിൽ ദാവീദ് ഭദ്രമാണ്. അതുകൊണ്ട് ദാവീദോടെ യഹോവയുടെ ഇടയനാകുന്നു. പല ഇടയന്മാരെ അന്വേഷിച്ച്, പല സഭ അന്വേഷിച്ച് പോയില്ല. അല്ലേ യഹോവയുടെ ഇടയനാകുന്നു. എന്നിട്ട് പറയുകയാണ്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അത് ഇടയൻ നിന്നെ ഒരു ഇടയന്റെ കയ്യിൽ ദൈവം നിന്നെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഒരു പച്ചയായ പുൽപ്പുറം, ഒരു സമാധാനമുള്ള, സന്തോഷമുള്ള, സ്വസ്ഥതയുള്ള, ഐശ്വര്യമുള്ള, വചനമുള്ള, ശ്രേഷ്ഠത, വിശുദ്ധിയുള്ള, വേർപാടുള്ള, സമർപ്പണമുള്ള ഒരു പച്ചയായ പുൽപ്പുറം പോലെ സഭയെ ദൈവം നിനക്ക് തന്നൊരു ഇടയനെ തന്നിട്ടുണ്ട്. അല്ലേലിയ. ദാവീദ് മനസ്സിലാക്കി, യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകിയ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടന്ന സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടത്തും. നിന്റെ സഭയിലെ പാസയേക്കാൾ വലിയൊരു പാസ ഏതാ നിനക്കുള്ളത്? വിശ്വാസികളോട് ചോദിക്കട്ടെ, നീ ആയിരിക്കുന്ന സഭയിലെ നിന്റെ ഇടയനേക്കാൾ, നിന്റെ സഭയ്ക്കാകെ പാസയേക്കാൾ ശ്രേഷ്ഠമായ മധുരമേറി ഏതാ പാസ് വേറെയുള്ള നിനക്ക് ഉപദേശം തരെ? നിനക്ക് വേണ്ടി കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, നിന്റെ വീട് കയറി ഇറങ്ങുന്ന, നീ കൊടുത്താലും കൊടുത്തിലും നിന്നെ അന്വേഷിച്ച് വരുന്ന, നിനക്ക് വേണ്ടി കണ്ണീര് തൂകുന്ന, നിനക്ക് വേണ്ടി ദൈവം ഇടിവി നിൽക്കുന്ന, മുട്ടിപ്പാട്ട് നിൽക്കുന്ന, നീന്റെ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഇടയൻ ഉള്ളപ്പം നീ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുതെന്ന്. ഏലിയ, സ്തോത്രം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നീ കൊടുത്തത് കർത്താവ്, ഇവിടെ നിനക്ക് എന്ത് കാര്യം? പ്രൈസ് ദി ലോർഡ്.
ദൈവദാസന്മാരോടും ദൈവം ഉപയോഗിക്കുക. നീ നിന്റെ സഭാവിശ്വാസികളെ വിട്ടിട്ട് അടുത്ത സഭയിലെ വിശ്വാസികളെ വീട്ടിൽ പോയി കുറ്റം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ഇടയന്മാരോട് ദൈവം ചോദിക്കും, നീ ഇവിടെ നിനക്കെന്ത് കാര്യം? അല്ലേലിയ. ദൈവം നിന്നെ ന്യായം വിധിക്കും കേട്ടോ. ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന നാളിൽ നിനക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. ന്യായം വിധിക്കുമ്പോൾ നിൽക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം നിനക്ക് ഇപ്പൊ തമാശയായിട്ട് തോന്നിയാലും ചിലപ്പോ അയാളെന്തിനും വിളിച്ചു പറയട്ടെ, ഞാനെന്തിനും വിളിച്ചു പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അത് തക്ക പ്രതിഫലം പ്രാപിക്കുന്നതിന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാ നിൽക്കേണ്ടി വരുമെന്ന് ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച ദൈവത്തിന്റെ വായായിരുന്ന, ദൈവത്തിന്റെ വായോട് കൂടെ ഇരുന്ന ദൈവം അവയെ അശക്തമായി തന്റെ കരങ്ങൾ ഉപയോഗിച്ച ആമേൻ ദൈവം ഒരു തീപ്പന്തമായി ഉപയോഗിച്ച 14 ലേഖനങ്ങൾ ഉടമസ്ഥനായിരിക്കുന്ന 14 ലേഖനങ്ങൾ എഴുതിയ, പീഡകളേറ്റ, പ്രതിസന്ധികളേറ്റ, പ്രതികൂലങ്ങളേറ്റ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ച, ഈർച്ചവാൾ കൊണ്ട് ഇറക്കപ്പെട്ട പൗലോസ് പറഞ്ഞു, ആമേൻ നാം എല്ലാവരും എന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. 2 Corinthians ലേഖനം 5:10. അത്രയൊന്നും ഇല്ലല്ലോ നമ്മളാരും, അല്ലേ? അതുകൊണ്ട് കർത്താവ് ഇന്ന് പകൽ നിങ്ങളോട്, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ആരാധന മുടക്കിയിട്ട്, സഭായോഗം മുടക്കിയിട്ട് നീ പാർക്കിൽ പോയിരിക്കുക. ആരാധന മുടക്കി അല്ലെങ്കിൽ ആരാധന മുടക്കി സഭായോഗം മുടക്കിയിട്ട് നിന്റെ മക്കളെ ടൂറ് വിടരുത്. പ്രാർത്ഥന മുടക്കി നിന്റെ മക്കളെ ട്യൂഷന് വിടരുത്. ഞായറാഴ്ച സഭായോഗം മുടക്കി, ഞങ്ങൾ സഭായോഗം കഴിഞ്ഞിട്ട് വരുന്നത്. സഭായോഗം മുടക്കി നീ കല്യാണത്തിന് പോകരുത്. സഭായോഗം നിർത്തി കയറി താമസത്തിന് പോകരുത്. സഭായോഗം നിർത്തി നീ മറ്റു പരിപാടിക്കൊന്നും പോകരുത്. ലേരിയ സഭായോഗം മുടക്കി നീ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് കർത്താവ് ചോദിക്കുമ്പോൾ നിനക്ക് എന്ത് മറുപടി പറയാനുണ്ട് സോദാവി? ലേരിയ സോദം മാനസാന്തരപ്പെട്ട് മടങ്ങണം. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഉണർവിനായി ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏലിയാവാം. ഉണർവിന് വേണ്ടി ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഏലിയാവിനെയാണ്. ഏലിയ. അപ്പൊ ഉണർവിനായി ഒരു ദൈവ മനുഷ്യൻ ഉണ്ടെങ്കിൽ അത് ഏലിയാവാകുന്നു. തനിച്ച് 450 ബാൽപ്രവാചകന്മാരോടും വെല്ലുവിളിച്ചുകൊണ്ട് യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആകാശം തീയിറക്കി ആമെ ശക്തിയാർച്ച് യഥാർത്ഥത്തിൽ ദൈവം ഭാഗം നിന്ന ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ രാജ്ഞി ഒന്നുമല്ലെന്ന് വെളിപ്പെടുത്തി കൊടുത്തവൻ ഏലിയാവാം. ഇസ്രായേലോ ആഹാബ് രാജാവ് ഒന്നുമല്ല. നിന്റെ ബാലിന്റെ പ്രവാചകന്മാരും അശേര പ്രവാചകന്മാരും ഒന്നുമല്ല. ദൈവം യഥാർത്ഥ ദൈവം, ഞാൻ വിളിക്കുന്ന, ഞാൻ സേവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് തീ കൊണ്ട് ഉത്തരമെഴുതി യഥാർത്ഥത്തിൽ അഗ്നിയുടെ പ്രവാചകൻ, ഉണർവിന്റെ പ്രവാചകനായ ഏലിയാവ്. അതുകൊണ്ട് ഏലിയാവിന്റെ ശക്തമായ ശുശ്രൂഷ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഏലിയാവ് ഗുഹയ്ക്കകത്ത് കിടന്നുറങ്ങിയപ്പോഴും ദൈവം ചോദിക്കുന്നത്, ഏലിയാവ് ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഏലിയ കേൾക്കുന്ന സൗകര്യങ്ങൾ നിങ്ങൾക്ക് ശക്തമായ ശുശ്രൂഷയുണ്ട്, ശക്തമായ ദൈവ വിളിയുണ്ട്. നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തെ നീ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ, നന്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ കഷ്ടതകളെ മാറ്റി, നിന്റെ സങ്കടങ്ങളെ മാറ്റി നീ ആയിരിക്കുന്ന ദേശത്ത് എല്ലാം മാറുവാൻ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുകയാണ്. അല്ലേരിയ സ്തോത്രം. നിനക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ശക്തമായ കൃപ തന്നിട്ടുണ്ട്. ഇന്ന് പലർക്കും പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല, പ്രാർത്ഥിക്കാൻ സമയവുമില്ല. അല്ലേരിയ സ്തോത്രം. ഞാൻ പലരോടും സഭയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്റെ പാസ്റ്റർ ഞങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല, വർഷങ്ങളായി സഭയിൽ ഇരിക്കാന്നുണ്ട്, പിന്നെ എന്നാ ഇത് പഠിക്കുന്നേ? അല്ലേ ഏലിയ. ഇവിടെ ദൈവത്തിന്റെ വചനമായി ഏലിയാവ് പുറപ്പെട്ടെഴുതിയ എന്ത് ചെയ്തു? ഏലിയാവിന്റെ ദൈവം യഹോവ അവനോട് അരുളിച്ചത്, നീ പുറപ്പെട്ട് ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകാം. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിനെ രാജാവായി അഭിഷേകം ചെയ്യുക. നിംശിയുടെ മകനായി യേഹൂവിനെ ഇസ്രായേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. മെഹോലയിൽ നിന്ന് ഉള്ള സാഫാത്തിന്റെ മകനായി ഏലിശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം. അല്ലേ? ഹസായേലിന്റെ വാളിന് പോകുന്നവനെ യേഹു കൊല്ലും, യേഹുവിന്റെ വാളിന് തെറ്റിപ്പോകുന്നതിനെ ഏലിശ കൊല്ലും. എന്നാൽ ബാലിന് മുട്ടുമടക്കാത്ത ബാലിന് മടങ്ങാത്ത മുഴങ്കാല് അവനെ ചുംബനം ചെയ്യാത്ത വായുള്ളവനായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. ഏലിയാവിന് കുറെ ശുശ്രൂഷയുണ്ട്. അല്ലേലിയ സ്തോത്രം. ഏലിയാവിന് കുറെ ശുശ്രൂഷ എന്താണ്? അല്ലേലിയ ചെന്ന് അല്ലേലിയ ഹസായേലിനെ അഭിഷേകം ചെയ്യണം, യേഹുവിനെ അഭിഷേകം ചെയ്യണം, ഏലിശ അഭിഷേകം ചെയ്യണം. ഏലിയാവിന് ഒരു പ്രവാചകൻ വേണം, ബാലിനെ മുട്ടുമടക്കാത്ത, അവനെ ചുംബിക്കാത്ത 7000 പേര്. അല്ലേലിയ. അത് ദൈവം നിന്നെ ശക്തമായ ശുശ്രൂഷയ്ക്ക് ഒരുക്കുന്നേ.
ഇന്ന് പകൽ പരിശുദ്ധന്മാവ് പലരോടും പറയുന്നു, ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ നിന്നെ ഏരിയാവിനെ പോലും ഉപയോഗിക്കാൻ ആഗ്രഹം. ഈ ലോകം അന്ധകാരത്തിൽ വീണ് കിടക്കുക, പാപത്തിൽ വീണ് കിടക്കുക, എവിടെ നോക്കിയാലും അതാമിതി, അശുദ്ധി, ജഡികതയും, വ്യഭിചാരവും, പരസവും, അശുദ്ധിയും, ദുഷ്കാമവും, അഴിമതി, കരിഞ്ചന്തയും, പൂഴ്ത്തവും, പിടിച്ചുകളയും, മോഷണവും, കൈക്കൂലിയും, കൊള്ള പലിശകളും, എന്ന് വേണ്ട സകല അന്ധകാരങ്ങൾ, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, മതത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്ന തീവ്രവാദ, ഭീകര, വർഗീയത, കസേരയ്ക്ക് വേണ്ടി തമ്മിലടിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർ കലകം സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ആഹ്റമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന് നിന്നെ ശക്തമായി ഉപയോഗിക്കുവാനുണ്ട്. ഒരു ഏരിയാവിനെ പോലെ ദൈവം നിന്നെ തെരഞ്ഞെടുത്താക്കി. ദൈവം നിന്റെ പേര് ഈ ദിവസങ്ങളിൽ ശക്തമായി അഭിഷേകം പകരുവാൻ ആഗ്രഹിക്കുക. ഏരിയാവിനിൽ കൂടി ശക്തമായി ഉണർവ് വായിച്ചതുപോലെ എന്നെ കിടക്കുന്ന സഹോദര സൗരി, ദൈവം നിന്നിലൂടെ ശക്തമായി ഉണർവ് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഉണർവ് നിന്റെ കുടുംബത്തിൽ ആരംഭിക്കട്ടെ, നിന്റെ മക്കളിൽ ആരംഭിക്കട്ടെ. ആ ഉണർവ് നിന്നിലൂടെ ദേശത്ത് ആരംഭിക്കട്ടെ. ആ ഉണർവ് നിന്നിലൂടെ നിന്റെ സഭയിൽ വ്യാപരിക്കട്ടെ. പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന, സമാധാനമില്ലാതെ സാത്താന്റെ കയ്യിൽ അമർന്നു കിടക്കുന്ന ആയിരങ്ങളെ, പതിനായിരങ്ങളെ ദൈവത്തെങ്കിലേക്ക് നേടിയെടുക്കേണ്ട ഉത്തരവാദിത്വം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ഏലിയാവിന്റെ കാലത്ത് തന്നപോലെ ദൈവം ശക്തമായി ഉണർവ് ഈ കാലഘട്ടത്തിൽ അല്ലേലൂയ ദൈവം നിന്നെ പകരാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഒരു അഗ്നിയുടെ പ്രവാചനാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. നീ ഒന്ന് വിധേയപ്പെടുത്തി കൊടുത്താൽ രക്തം ചെയ്യാൻ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവാത്മാവിനോട് രാവിലെ പറയുന്നത്, ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ചിലരെ അഭിഷേകം ചെയ്യാനുണ്ടെന്നാണ്. സഹോദര സൗരി, ദൈവത്തെ നിന്നെ അഭിഷേകം ചെയ്യാനുണ്ട്. നിന്നിൽ ചില കൃപകളെ ദൈവം പകരാൻ ആഗ്രഹിക്കുക. ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ ഭൂമി മുഴുവൻ പാപം കൊണ്ട് നിറയപ്പെട്ടു. ഭൂമി മുഴുവൻ അശുദ്ധമായിരിക്കുന്ന മലിനമായ ജലം തള്ളിക്കിടക്കുന്ന, മലിനമായ ജലം കെട്ടിക്കിടക്കുന്ന ഒരു തടാകം പോലെ ഭൂമി ആയിക്കഴിഞ്ഞു. നമ്മൾ കണ്ടില്ലേ, മലിനജലം തട്ടിക്കിടക്കുന്ന, കെട്ടിക്കിടക്കുന്ന തടാകങ്ങൾ കണ്ടിട്ടില്ലേ, കായലുകള്. അല്ലേലിയ സ്തോത്രം എന്ന് പറഞ്ഞൊരു മലിനജലം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന, മലിനമായ ജലം കെട്ടിക്കിടക്കുന്ന തടാകം പോലെ ഭൂമി നിറഞ്ഞു. മനുഷ്യന്റെ ജീവിതം മുഴുവൻ മലിനമായി, അശുദ്ധമായി. പാപത്തിന്റെ കറകളാണ് എല്ലാവരുടെയും ജീവിതം. അതിൽ നിന്ന് ഒരു കൂട്ടം ജലത്തെ വേർതിരിക്കാൻ അഗ്നിയുടെ അഭിഷേകം ഉണ്ടായിരുന്ന ഏരിയാവിനെ പോലെ ഒരു അഗ്നിയുടെ പ്രവാചനായി ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യാം, നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമോ? പ്രൈസലോട് അല്ലേലിയ. അപ്പൊ ഏരിയാവിന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടത്. നമുക്കറിയാം, വലിയ സ്തോത്രം. 1 രാജാക്കന്മാരുടെ 19-ാം അധ്യായം അതിന്റെ 5 തൊട്ട് 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അവൻ ചൂരച്ചെടിയുടെ തടയിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനലിൽ ചുട്ട ഒരു അടയും തുരുത്തി വെള്ളവും തലക്കിൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ കോരകോളം അവൻ നടന്നു എന്നാണ്. കണ്ടോ, ദൈവത്തിന്റെ മനുഷ്യൻ ഉപയോഗിക്കണമെങ്കിൽ, ദൈവനെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. അല്ലേലിയ. ദൈവം നമ്മുടെ പ്രത്യേക അഭിഷേകം പോരുമെന്ന. അല്ലേലിയ. ചിലരുടെ എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ശുശ്രൂഷിക്കാൻ, പ്രസംഗിക്കാൻ അറിയത്തില്ല, പാട്ടുപാടാൻ അറിയത്തില്ല, എനിക്ക് വേദപുസ്തകം അറിയില്ല, വചനം അറിയില്ല. പല പാതികൾ ഒഴുകൊഴുകു പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറുമ്പോൾ ഏരിയാവിനെ തട്ടി ഉണർത്തി ഏരിയാവിന് മേൽ അഭിഷേകം അയച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ മേൽ അഭിഷേകം അയച്ചതിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കാൻ ആഗ്രഹിക്കുക. സുവിശേഷകത്വം അനേക ഗ്രാമങ്ങൾ, സുവിശേഷകത്വം അനേക സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. അല്ലേലിയ. ലോകരാജ്യങ്ങൾ അനേക സ്ഥലങ്ങളിൽ സുവിശേഷം എന്ന് പറഞ്ഞ് യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തതുണ്ട്. അതിന്റെ നടുവിലേക്ക് ദൈവം നിന്നെ അയപ്പാൻ ആഗ്രഹിക്കുക. അല്ലേലിയ. നീ പോകാൻ തയ്യാറാണോ? ദൈവം നിന്നെ അയക്കും. നിന്റെ മേൽ ദൈവം വിളിയുണ്ടോ? നീ എന്നോട് ഒരുങ്ങണം. അല്ലേലിയ. നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അല്ലേലിയ. ലോകത്തിന് വേണ്ടിയിട്ടല്ല നിന്നെ പ്രയോജനപ്പെടുന്നത്, രാഷ്ട്രീയക്കാരല്ല നിന്നെ പ്രയോജനപ്പെടുത്താൻ. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ ആപാലപ്പെടുത്ത കുഞ്ഞുകുട്ടിയാണ് ജനത്തെ എല്ലാം രാഷ്ട്രീയക്കാർ പ്രയോജനപ്പെടുത്തുക. രാഷ്ട്രീയക്കാർ നിന്നെ പ്രയോജനപ്പെടുത്തി അവസാനം നീ അവരുടെ മുമ്പിൽ രക്തസാക്ഷിയായി മാറാതെ, അവർക്ക് വേണ്ടി രക്തസാക്ഷിയായി മാറാതെ, അങ്ങനെ നീ രക്തസാക്ഷി നിന്റെ പേരിൽ അവർ പിരിവെടുക്കും. അല്ലേലിയ. അങ്ങനെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, മതത്തിന് വേണ്ടി, തീവ്രവാദ ഭീകരവാദിക്ക് വേണ്ടി രക്തസാക്ഷി ചാവേറായി മാറാതെ നീ കർത്താവിന് വേണ്ടി അല്ലേലിയ രക്തസാക്ഷിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. അല്ലേലിയ. ദൈവം നിന്നെയാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ ആ അഭിഷേകത്തിന്റെ സാന്നിധ്യം ദേശം മുഴുവൻ നിറയും. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഏലിയാവ് യഹോവയുടെ അരുളപ്പാടുണ്ടായി അവരോട്, ഏലിയാവ് ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഏലിയാവ് തന്റെ മനോവേദനകളെ കർത്താവിനോട് അറിയിച്ചു. നിന്റെ പ്രവാചകന്മാരെ എല്ലാം വാളുകൊണ്ട് കൊന്നു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ഏലിയാവ് ഒരു പരാതി എന്ന് പറയുക. നിന്റെ പ്രവാചകന്മാരെ എല്ലാവരും വാളുകൊണ്ട് കൊന്നു, ഇനി ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നത്, ഇനി ഞാൻ എന്ത് ചെയ്യാൻ, അവരെന്നെ വാളുകൊണ്ട് കൊല്ലും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പലരും ഉണ്ട് കേട്ടോ. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയായിരുന്നാലും ആ ജോലിക്കെല്ലാം അപകടങ്ങളുണ്ട്. അപകടമില്ലാത്ത ഒരു ജോലി പോലും ഇന്ന് ഭൂലോകത്തിലില്ല. അപകടമില്ലാത്ത ഏതെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ പറയണം കേട്ടോ. ഹല്ലേലൂയ. അപ്പം പറയും കിടന്നുറങ്ങുന്നതാന്ന് പറയും. ഹല്ലേലൂയ. കിടന്നുറങ്ങിയ ഒരു അപകടം വരും. എത്രയോ ആളുകൾ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങിക്കൊണ്ട് പെരുവഴിയിൽ കിടന്നുറങ്ങിയ സ്ഥലത്തേക്ക് വാഹനങ്ങൾ ഇരച്ചു കയറി, വാഹനങ്ങൾ കയറി എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. എത്രയോ പേര് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉരുൾപൊട്ടലിലൂടെ ദേശം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആളുകൾ മരിച്ചിട്ടുണ്ട്. എത്രയോ പേർ ഉറങ്ങുമ്പോൾ അവർ ഉറങ്ങുന്ന ഭവനത്തിന്റെ ബോംബ് വർഷിച്ച് മിസൈൽ വന്നവർ എത്രയോ പേര് മരിച്ചു. എത്രയോ പേര് ഉറങ്ങുമ്പോൾ ഹല്ലേലൂയ സ്വന്തം വീടുകൾ തന്നെ ഇടിഞ്ഞു വീണ് കട്ടക്കിടയിൽ വീണ് എത്രയോ ആളുകൾ മരിച്ചു. ഇറന്നുറങ്ങുമ്പോൾ ഇഴജാതികൾ കടിച്ചെത്രകൾ മരിച്ചു. അപ്പോൾ ജനങ്ങൾ ഉറങ്ങുമ്പോഴാണ് ഹല്ലേലൂയ അങ്ങനെ എല്ലാ ജോലിക്കും അപകടമുണ്ട്. അപകടമില്ലാത്ത ഒരു ജോലി പോലും ഭൂമിയിലില്ല എന്ന് പറഞ്ഞ് സുവിശേഷ വേല ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രത്യാഘാതങ്ങളും ഉപദ്രവങ്ങളും പീഡകളും നിന്ദകളും അപമാനങ്ങളും ചോദ്യങ്ങളും ചോദ്യചിഹ്നങ്ങളും കളിയാക്കളും പരിഹാസങ്ങളും ഒക്കെ നിനക്ക് നേരെ കടന്നു വരും. ആഹാബിനെ പോലെ ഇസ്രായേലിനെ പോലെ ചില ശക്തികൾ നിനക്കെതിരെ എഴുന്നേറ്റേക്കാം. അതുകൊണ്ട് ആഹാബ് രാജാവിനെ കണ്ട് ഇസ്രായേലിനെ കണ്ട് ഏലിയാവ് ചൂട്ടിൽ കിടന്ന് മരിക്കുവാൻ ഒരുങ്ങിയതുപോലെ നീ ഈ ലോകത്തെ കണ്ട് ലോകത്തിന്റെ അധികാരികളെ തീവ്രവാദ ഭരണാധികാരി സുവിശേഷത്തിനെതിരെ നിൽക്കുന്നവരെ കണ്ട് നീ ഭയപ്പെട്ട് കിടന്നുറങ്ങുവാൻ അല്ല ദൈവം നിന്നെ ഒരുക്കിയത്. നീ അതിന്റെ മുമ്പിൽ നിന്റെ ശുശ്രൂഷ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. നിന്നിലൂടെ ദൈവത്തിന് ചില അഭിഷേകം ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഹസായേലിനെ ഒരു യേഹൂവിനെ ഒരു എലിശയെ അഭിഷേകം ചെയ്തതുപോലെ ദൈവം നിന്നിലൂടെ ചിലരെയൊക്കെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് കേരളത്തിലോ ഭാഗ്യം വിദേശ രാജ്യത്ത് എവിടെ ആയിരിക്കട്ടെ, നിന്റെ പകർന്നിരിക്കുന്ന അഭിഷേകമുള്ള അഭിഷേകം ദൈവം ജ്വലിപ്പിക്കുവാൻ ആഗ്രഹിക്കാൻ അഭിഷേകത്തിന്റെ രാജ്യ തീ പോലെ ആളുവാൻ പോവുകയാണ്. നിന്നിലൂടെ ചില ദൈവം പുറത്തെടുക്കാൻ. പാപത്തിൽ അതിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, സമാധാനമില്ല, സന്തോഷത്തിൽ മരണം മാത്രം മതി എന്ന് ചിന്തിച്ച് വിഷക്കുപ്പിയായി മരണത്തിന് വീഴുന്ന മറ്റ് കളികളിൽ ഒരുക്കിയിരിക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് ദൈവത്തിനെ അയപ്പാൻ ആഗ്രഹിക്കുന്നു. കട്ടക്കണി കൊണ്ട് ഇനി ജീവിക്കേണ്ട ഹല്ലേലൂയ വിവിധ കേസുകൾ കൊണ്ട് ക്രമേണ പശ്ചാത്തലം അകപ്പെട്ട് ഉള്ളിൽ കഴിയുന്ന ചില വ്യക്തികളോടക്കം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിനക്കൊരു മോചനം ദൈവം തരുവാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ ദൈവസ്ഥിതി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എത്ര വലുതായിരുന്നാലും അതിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഞാനൊക്കെ അനുഭവസ്ഥന കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളെന്റെ നാട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ നാട്ടിൽ വിളിച്ച് ചോദിച്ചാൽ എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. എന്നെ ദൈവം പുറത്തെടുത്തതാണ്. തീയിൽ കൂടെ എന്ന പോലെ ദൈവം എന്നെ പുറത്തെടുത്തു. ശോധന ചെയ്ത് പുറത്തെടുത്തു. അഗ്നിശോധനയിലൂടെ ദൈവം എന്നെ പുറത്തെടുത്തു. കർത്താവിനോട് ഇവിടെ നിനക്കെന്ത് കാര്യം, നിനക്ക് ദൂരെ യാത്രയുണ്ട്. ഹല്ലേലൂയ. നീ മുഖാന്തരം ചിലരെ അഭിഷേകം ചെയ്യണം. നിന്നെ തെരഞ്ഞെടുത്ത് വേർതിരിച്ചു. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവനാ. അതാ ഇന്ന് പകൽ നിങ്ങളുടെ മധ്യത്തിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ദൈവത്തിന്റെ വചനം നിന്ന് സംസാരിക്കാൻ കാരണം ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവ വിളി നിനക്കുണ്ടായിട്ടും ദൈവിക നിയോഗം നിനക്കുണ്ടായിട്ടും പ്രവാചക ശബ്ദം നീ കേട്ടിട്ടും ദൈവാലോചന കേട്ടിട്ടും ദൈവത്തിന്റെ വെളിപ്പാടിലൂടെ ദർശനത്തിലൂടെ ദൈവത്തിന്റെ ആലോചനകൾ ദൈവീയ ശുശ്രൂഷയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടും ഇന്ന് നീ കൈകെട്ടി കിടന്നുറങ്ങുകയാണെങ്കിൽ ഹല്ലേലൂയ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്റെ കർത്താവ് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അന്ന് നീ മറുപടി ചൂള പോലെ കത്തുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ചൂള പോലെ കത്തുന്നൊരു ദിവസം. ഹല്ലേലൂയ. അന്ന് അഹങ്കാരികളൊക്കെ താളടിയായി മാറുമെന്ന് ഹല്ലേലൂയ നമ്മൾ മാലാഖയുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കും. കാണാൻ 4-ാം അധ്യായത്തിൽ 1-ാം വാക്യം. മാലാഖയുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കണം. ആ 3-ന്റെ 17, 18, 19 ഒക്കെ വായിച്ചിട്ട് മാലാഖി 1-ന്റെ 4-ന്റെ 1, 2 ഒക്കെ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമ്മൾ ദൈവത്തോട് കണക്ക് പറയണം കേട്ടോ. അല്ലേ? അപ്പം ഏലിയാവ് പറഞ്ഞു, ഞാൻ ഒരുത്തം മാത്രം. യഹോവ അതിന് ഉത്തരം അവൻ നൽകുമ്പോൾ ബാലിനും മുട്ടുമടക്കാത്ത, ബാലിനും മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. 1 രാജാക്കന്മാർ 19 വരട്ടെ. മാത്രമല്ല, ഏലിയാവ് ചെയ്യേണ്ട ദൈവവേലകൾ എല്ലാം ദൈവകൃപയായി അവന് വിവരിച്ചു കാണിച്ചു കൊടുത്തു. ഏലിയാവ് ചെയ്യേണ്ട ശുശ്രൂഷകളെ കുറിച്ചെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തു. അതേ സ്നേഹിത, അതേ മാതാവേ, നീ ചെയ്യേണ്ട വേലകളെല്ലാം കർത്താവിനോട് പറഞ്ഞു തരും. ഏലിയാവിന് പറഞ്ഞു കൊടുത്തു. ഒരു കുഞ്ഞിനോട് ഉപദേശം നൽകിയതുപോലെ, ഒരു കുഞ്ഞിനോട് തന്റെ അപ്പൻ ഉപദേശിക്കുന്നതുപോലെ ഏലിയാവിനോട് യഹോവയായി ദൈവം ഏലിയാവ് ചെയ്യേണ്ട ശുശ്രൂഷകളൊക്കെ ഉപദേശിച്ചു കൊടുത്തു എന്നുള്ളത് നമ്മൾ ഈ ഭാഗം വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേ ഏലിയ? അപ്പൊ എല്ലാ ഏലിയാവിനും ഉപദേശിച്ചു കൊടുത്തു. ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന ചോദ്യം വ്യക്തിപരമായ രീതിയിൽ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുവിൻ. ക്ഷീണിതനായി പ്രാർത്ഥന ഉപേക്ഷിച്ച് ആരാധന ഉപേക്ഷിച്ച് ദൈവവേല ഉപേക്ഷിച്ച് ദൈവത്തെ അവനെയോ മറന്ന് തളർന്ന് കിടന്നുറങ്ങുകയാണോ നീ? ഇന്ന് പകൽ സഭായോഗത്തിന്റെ ദിവസം, ഞായറാഴ്ച സഭായോഗത്തിന്റെ ദിവസമാണ്. നീ ക്ഷീണിതനായി തളർന്ന് ബലഹീനനായി ഇന്ന് ആരാധനയ്ക്ക് പോകുന്നില്ല, പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, ഉപാധികൾ പറഞ്ഞ് നീ വീട്ടിലിരിക്കുകയാണോ? സഹോദര, നീ കണക്ക് പറയണം കേട്ടോ. അല്ലേലിയ, സ്തോത്രം. അപ്പൊ നീ തളർന്ന് അവശനായിരിക്കുകയാണെങ്കിൽ, അല്ലേലിയ, ആമേൻ, ദൈവം നിന്നെ സന്ദർശിക്കും. ആമേൻ. നിലവിലേക്ക് പോകുവാൻ, അല്ലേലിയ, യോനയ്ക്ക് നിർദ്ദേശമുണ്ടായിട്ട് യോന തർശീശിലേക്കുള്ള കപ്പൽ കണ്ടിട്ട് അതിൽ കയറി കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയാണ്. അല്ലേലിയ. അപ്പോൾ അവിടെയും ദൈവം ചോദിച്ചു, ആമേ, യോനെ, ഇവിടെ നിനക്കെന്ത് കാര്യം? അല്ലേ? ശിംശോനെ, എന്ന് നിനക്കെന്ത് കാര്യം? ആമേ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ശക്തമായി വേർതിരിച്ച് ശിംശോൻ ദരീയുടെ മടിയിൽ കിടന്നുറങ്ങിയപ്പോഴും ദൈവം ചോദിച്ചു കാണും, ശിംശോനെ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? പത്രോസിനോട് ദൈവം ചോദിച്ചു കാണും, അല്ലേലിയ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? അല്ലേലിയ. ദൈവം നമ്മോട് ചോദിക്കുന്നത്, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന്. അല്ലേലിയ. അതെ, നമ്മളിതിനൊക്കെ ഉത്തരം പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവ വഴി വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുമ്പോൾ, അല്ലേലിയ, കർത്താവ് നീ പോകുന്ന ഓരോ വഴി സൂക്ഷ്മതയോടെ നോക്കി എഴുതി കുറിച്ച് വെച്ചിട്ട് അതിന്റെ പുസ്തകത്തിലുണ്ട്. നിന്നോട് കണക്ക് ചോദിക്കുന്ന നാളുകളിൽ, അല്ലേലിയ, നീ പറയുന്ന തട്ടാമുട്ടി ഉത്തരങ്ങളൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളും ഒരു ഉത്തരങ്ങളും ദൈവത്തിന് സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് ഏലിയ അവനെ തട്ടി ഉണർത്തി, അല്ലേലിയ, അവനോട് ചെയ്യേണ്ട ശുശ്രൂഷകളെല്ലാം പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, അല്ലേലിയ, നിനക്ക് വീഴുന്ന ബലം തരുവാൻ ദൈവത്തിന് കഴിയും. ക്ഷീണിച്ചിരിക്കുന്ന ശക്തി നൽകുന്ന ദൈവമാണ്. അല്ലേലിയ. അപ്പൊ നാം ദൈവത്തിന് വേണ്ടി, അല്ലേലിയ, സ്തോത്രം. അപ്പം യോനയെ പോലെ നിലവിക്ക് പോകാതെ തർശീസിലേക്ക് പുറപ്പെട്ട കപ്പലിന്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്. ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുക. ശിംശോനെ പോലെ ദലീലയുടെ മടിയിൽ കിടക്കുന്ന ശിംശോനെ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? പത്രോസിനെ പോലെ പത്രോസിനെ പോലെ ചേവകരോട് കുളിർ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ചേവകരോടൊപ്പം കുളിർ കാഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രോസിനെ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? അല്ലേലിയ. പുരോഹിതന്മാരുടെ വിലപേശിക്കൊണ്ടിരുന്നപ്പോൾ യൂദയോട് ചോദിച്ചു, ഇവിടെ നിനക്കെന്ത് കാര്യം? യേശുവിനെ ഒറ്റക്കൊടുക്കാം, 30 വെള്ളിക്കാശിന് ഒറ്റക്കൊടുക്കാം വിലപേശം നടത്തുക യേശു വേണ്ടി. അവിടെ യൂദയോട് ദൈവം ചോദിച്ചു, യൂദയെ, ഇവിടെ നിനക്കെന്ത് കാര്യം? നിന്നോട് ചോദിക്കുക, ഇവിടെ നിനക്കെന്ത് കാര്യം? നീ ചോദിച്ചു നോക്കാം. നിന്നോട് തന്നെ സംസാരിക്കണമോ? പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അല്ലേലിയ. നമ്മൾ ദൈവ വഴി വിട്ടു പോകരുത്. കണ്ണുകളെ ചാട്ടൻ. ഏലിയാവി, ഇവിടെ നിനക്കെന്ത് കാര്യം? ഇന്ന് പകൽ ദൈവത്തെ മറന്ന് ദൈവസംഖ്യം മാറി ദൈവത്തോട് കൂടെ അല്ലാതെ യാത്ര ചെയ്യുന്ന സകലരും ആരാധന മുടക്കി പ്രാർത്ഥനയുടെ സുവിശേഷ വിലക്കുള്ള സമർപ്പണം വിളി ദൈവ ആലോചന ഉണ്ടായിട്ടും അവ നീ ഗണ്യമാക്കാതെ ഏലിയാവിനെ പോലെ നീ, അല്ലേലിയ, വാദ്യ പറഞ്ഞാൽ ഏലിയാവിനെ തട്ടി ഉണർത്തിയ ദൈവം നിന്നെ ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി, പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യമുള്ള സകല ജനത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കൂടുതൽ കൂട്ടാഴ്ച വരെ പാർക്കുന്ന ശൈശൂരും ബാലിത കൗമാരി യുവനത്തിനും വാർത്തത്തിലും അശനയാച ക്രോഫാണ് ചോട്ട തടപറയിലായിരിക്കുന്ന മത സാമൂഹ്യ സംസ്കാര മാധ്യമ മീഡിയ അടക്കം രാജ്യരാഷ്ട്ര തലവന്മാരെ, രാജാക്കന്മാരെ, പ്രധാനമന്ത്രി പ്രസിഡന്റ്, ഗവർണർ, പട്ടാള നേതാ, ഗോത്രങ്ങളുടെ ദ്വീപുകൾ, ആദിവാസി ട്രൈബിലായിരിക്കുന്ന എല്ലാ ഗോത്രഭാഗങ്ങളെയും
എല്ലാ രാഷ്ട്രീയക്കാരെ ദൈവങ്ങൾ ഏൽപ്പിക്കുക. കർത്താവെ ജനത്തിന് മനസ്സാന്തരം കൊടുക്കണമേ. ഈ മനുഷ്യൻ കടന്നു പോകുന്ന ജനം കടന്നു പോകുന്ന പാപത്തിന്റെ വഴി അധാർമികർ വഴിയിലോട്ട് മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി ഏലിയാവിനെ പോലെ രാത്രി കഷ്ണമായി മാറുവാൻ രാത്രിയുടെ പ്രവാചകനായ ഏലിയാവിനെ ഉപയോഗിച്ചതുപോലെ ദിവസം ജനത്തെ ഉപയോഗിക്കാനായി പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ കഴിയട്ടെ. തളർച്ചകൾ, ക്ഷീണങ്ങൾ മാറിപ്പോട്ട് ഉദാസീനത മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി ഉണരുവാൻ ഈ ജനത്തിന്റെ ആത്മീയങ്ങൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെ പേര് ദൈവത്തിന്റെ നീതി വിടപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.